കഴിഞ്ഞ ദിവസമായിരുന്നു ലോകമെമ്പാടും മാതൃദിനം ആഘോഷിച്ചത്. എന്നാൽ ആ ദിവസത്തിന് തൊട്ട് പിന്നാലെ വരുന്ന വാർത്ത ഓരോ അമ്മമാരെയും മക്കളെയും ഞെട്ടിക്കുന്നതാണ്. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ അമ്മയുടെ അരികിലെത്തുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടിയാണ്. വാശി പിടിക്കും, ബാലിശത്തിലാകും. അങ്ങനെയുള്ളൊരു പതിവ് നമുക്കുണ്ട്. ഇപ്പോൾ അതുപോലെയുള്ളൊരു സ്വഭാവം, എന്നാൽ കുറച്ച് സ്വഭാവ വൈകൃതമുള്ളത് കൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവർക്ക് അത്രമാത്രം പ്രീതിയുള്ള അമ്മയായിരുന്നു. അമ്മ മരിച്ചതറിഞ്ഞില്ല. മാനസിക വെല്ലുവിളി നേടുന്ന മകൻ മൃതദേഹത്തിന് കാവലിരുന്നത് 3 ദിവസമായിരുന്നു. അമ്മ ഇപ്പോൾ എഴുന്നേൽക്കും എന്ന് കരുതി അവസാനം നാട്ടുകാരും ബന്ധുക്കളും കൂടി അവനെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയായിരുന്നു. എന്നാലും എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കണമെന്നോ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്നോ അറിയില്ല. അവൻ്റെ അമ്മ മരിച്ചു എന്ന് അവനെ വിശ്വസിപ്പിക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. അവൻ്റെ അമ്മ ജീവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടത്തിലേക്ക് പോകാറുണ്ട്. അമ്മ മരിച്ചതറിയാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ അമ്മയുടെ മൃതദേഹത്തിന് അരികിലിരുന്നത് 3 ദിവസമായിരുന്നു. കോട്ടയം മാങ്ങാനത്താണ് സംഭവം. കൊല്ലം പറമ്പിൽ ഭാനുമതിയാണ് മരിച്ചത്. ഭാനുമതിയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാനുമതി മരിച്ച വിവരം ബന്ധുക്കളോ നാട്ടുകാരോ അറിഞ്ഞിരുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിവരം പുറത്തറിയുന്നത്. ദിവസങ്ങളായിട്ടും ഭാനുമതിയെ വീടിന് പുറത്തേക്ക് കാണാതായതോടെയാണ് സംശയം തോന്നിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന മകനുമായി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഇതുവരെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. മകനെ പൊന്നുപോലെയായിരുന്നു നോക്കിയിരുന്നത്. അവർ നല്ല സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത്. ദിവസങ്ങളായിട്ടും ഭാനുമതിയെ കാണാത്തത് ബന്ധുക്കളും നാട്ടുകാരും ശ്രദ്ധിച്ചു. അങ്ങനെയാണ് അവരുടെ വീട്ടിലേക്ക് എത്തിയത്. ഭാനുമതിയെ വീടിന് പുറത്തേക്ക് കാണാനില്ല എന്ന് സംശയം തോന്നി അവിടെ എത്തി. സംശയം തോന്നിയപ്പോൾ തന്നെ എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മാതാവിൻ്റെ മൃതദേഹത്തിന് കാവലിരുന്നത് 3 ദിവസമാണ്. പോലീസ് എത്തിയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ മൃതദേഹത്തിൻ്റെ അരികിൽ നിന്നും മാറ്റിയത്. ബലം പ്രയോഗിച്ചു തന്നെയാണ് മാറ്റിയത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്രമേണയുള്ളൊരു ബുദ്ധിയില്ല. എന്നാൽ കുറച്ചധികം സമയമെടുത്ത് കൂടുതൽ ചികിത്സയ്ക്ക് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മകനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമ്മ പോയി എന്നുള്ള വിവരം മകനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പ്രയാസമാണ്. ഡോക്ടറുടെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായി വരും. മകന് മരുന്ന് മേടിക്കുകയും മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവനെ സന്തോഷത്തോടെ നോക്കണമെന്നായിരുന്നു ആ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നതും. അങ്ങനെ തന്നെയാണ് ആ അമ്മ മകനെ നോക്കിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുന്നതും. അതുകൊണ്ടാണ് അവൻ അറിയാതെ അവൻ്റെ അമ്മയ്ക്ക് കാവലിരുന്നത്. ഉറക്കം എഴുന്നേൽക്കട്ടെ എന്ന് കരുതി, വിളിച്ചുണർത്തണ്ട എന്ന് കരുതിയിട്ടുണ്ടാകും.